അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അറബിക് പെഡഗോഗിയിൽ ഉന്നത മാർക്ക് നേടുവാൻ വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മോക്ക് ടെസ്റ്റിൻ്റെ മൂന്നാമത്തെ ഭാഗമാണിത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. യുംകിനു ലിൽ മുഅല്ലിമിൽ ഖാദിർ അലാ ഇദാറത്തിൽ ഫസ്ൽ ബി. ഒരു കഴിവുള്ള അധ്യാപകന് തൻ്റെ ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പോയിൻറ്റ്സുകൾ വായിക്കാം. ഒന്നാമത്തേത് ഇഷ്റാഖുത്തുല്ലാബ് ഫിൽ അൻഷിത്തത്തി ദിറാസിയ. എന്താണ് ഇഷ്റാഖുത്തുല്ലാബ് എന്ന് പറഞ്ഞാൽ? കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഫിൽ അൻഷിത്തത്തി ദിറാസിയ, പാഠ്യപ്രവർത്തനങ്ങളിൽ, പഠനപരമായിട്ടുള്ള ആക്ടിവിറ്റികളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അത് നല്ലൊരു കാര്യമാണ് അല്ലേ? കുട്ടികളെല്ലാം എന്താണ് നമ്മുടെ പഠന പ്രവർത്തനങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു അധ്യാപകന് തൻ്റെ ക്ലാസ്സിനെ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തേത് അത്തഹാത്തുബ് ബി അസ്മാഇ തുല്ലാബ്, കുട്ടികളുടെ പേര് വിളിക്കുക. കുട്ടികളുടെ പേര് വിളിക്കുക. മൂന്നാമത്തേത് കിതാബത്ത് ഉൻവാനുദ്ദർസ് ബി തബ്ഷീർ മുലവ്വൻ എന്ന് പറഞ്ഞാൽ കളർ ചോക്ക് ഉപയോഗിച്ച് കൊണ്ട് പാഠത്തിൻ്റെ ഹെഡിങ് എഴുതുക. ബ്ലാക്ക് ബോർഡിൽ കളർ ചോക്ക് ഉപയോഗിച്ച് കൊണ്ട് എന്ത് ചെയ്യുക? എടുക്കാൻ പോകുന്ന പാഠത്തിൻ്റെ ഹെഡ്ലൈന് എഴുതുക. നാലാമത്തേത് തഷ്ജീഉ അനാനിയത്ത് തുല്ലാബ് ഫി സൂറത്തിൻ ഈജാബിയ. എന്താണ് അത് പറഞ്ഞത്? തഷ്ജീഉ അനാനിയത്ത് തുല്ലാബ്. അനാനിയത്ത് തുല്ലാബ് എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ സെൽഫിഷ്നെസ്സിനെ എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യുക. ഫി സൂറത്തിൻ ഈജാബിയ, ഏത് രൂപത്തിൽ? നെഗറ്റീവായ രൂപത്തിലല്ല, മറിച്ച് പോസിറ്റീവായ രൂപത്തിൽ കുട്ടികളിലുള്ള സെൽഫിഷ്നെസ്സിനെ എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് താല്പര്യമുള്ള കുട്ടികളുണ്ടാകും. അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യുക? കൂടുതൽ എന്ത് ചെയ്യുക? ആ വിഷയത്തിലേക്ക് എന്ത് ചെയ്യുക? പോസിറ്റീവായ രൂപത്തിൽ അവരിലുള്ള അത്തരം കാര്യത്തെ എന്ത് ചെയ്യുക? പിന്നെ പ്രോത്സാഹിപ്പിക്കുക. ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തേതും ശരിയാണ്. എന്നാൽ ഒരു കളർ ചോക്ക് ഉപയോഗിച്ച് കൊണ്ട് ഹെഡ്ലൈൻ എഴുതുമ്പോൾ അത് ആ സമയത്ത് കുട്ടികൾ ഒരു പക്ഷേ അത് നോക്കി നിന്നേക്കാം. പക്ഷേ അത് ഒരു അധ്യാപകന് തൻ്റെ ക്ലാസ്സിനെ ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യില്ല? അത് സാധിക്കില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആൻസറായി വരുന്നത് ഓപ്ഷന് പിന്നെ ഡി ആണ്. അതായത് 1, 2, 4 ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ച് കൊണ്ട് നല്ലൊരു അധ്യാപകന് എന്ത് ചെയ്യാൻ പറ്റും? തൻ്റെ ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ അൽ അസഹ് മിന തസ്രീഹ് അത്തസ്രീഹാത്തിൽ ആത്തിയ അൻ മിൻഹാജി ദിറാസി. കരിക്കുലവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിലെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കുക. അപ്പോൾ കരിക്കുലവുമായി ബന്ധപ്പെട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നും വായിച്ച് നോക്കാം. ഒന്നാമത്തേത് ഹുവ നുക്തത്തുൻ ഹവിയ അല്ലത്തി തസിലു തിഫ്ലു ബിൽ ആലമിൽ മുഹീത്ത് ബിഹി. ഒന്നാമത്തേത് ഹുവ നുക്തത്തുൻ ഹവിയ, അത് ജീവസുറ്റ ഒരു പോയിൻ്റാണ്. അല്ലത്തി തസിലു തിഫ്ലു ബിൽ ആലമിൽ മുഹീത്ത് ബിഹി, തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തേക്ക് കുട്ടിയെ എത്തിക്കുന്ന ഒരു ജീവസുറ്റ ഒരു പോയിൻ്റാണ് എന്ത്? കരിക്കുലം എന്ന് പറയുന്നത്. കുട്ടിയെ തൻ്റെ ചുറ്റുപാടുമുള്ള ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്താൻ പറ്റുന്ന ഒരു നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പോയിൻ്റാണ് എന്ത്? കരിക്കുലം. രണ്ടാമത്തേത് വഹുവൽ വസീല അല്ലത്തി യസിലു ബിഹ ശഅബു ഇലാ മാ യബ്തഗീഹി മിൻ അഹ്ദാഫിൻ വ ആമാലിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും ഒരു ജനവിഭാഗത്തിന് എത്താനുള്ള മാർഗമാണ് കരിക്കുലം. വഹുവൽ വസീല, അതൊരു മാർഗമാണ്. അല്ലത്തി യസിലു ബിഹ ശഅബു, ജനത ആ ഒരു മാർഗവുമായിക്കൊണ്ട് എത്തുന്നു. ഇലാ മാ യബ്തഗീഹി മിൻ അഹ്ദാഫിൻ വ ആമാലിൻ, അവർ ലക്ഷ്യമാക്കിയിരിക്കുന്ന ലക്ഷ്യത്തിലേക്കും അവരുടെ പ്രതീക്ഷയിലേക്കും എത്തിക്കുന്ന ഒരു മാർഗമാണ് കരിക്കുലം. മൂന്നാമത്തേത് വഹുവൽ വസായിത്തുല്ലത്തി തബ്സുതു ബിഹാ തഅകീദാത്തു തഅലീമുൽ ആദി. തഅലീമുൽ ആദി എന്ന് പറഞ്ഞാൽ റെഗുലർ എഡ്യൂക്കേഷൻ, സാധാരണ നടക്കുന്ന എഡ്യൂക്കേഷൻ. ഈ എഡ്യൂക്കേഷനിൽ വരുന്ന കോംപ്ലിക്കേഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന
ഒരു മാർഗമാണ് കരിക്കുലം. അപ്പോൾ ഇങ്ങനെ 3 പോയിന്റ്സുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതിൽ കരിക്കുലവുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇവിടെ ശരിയായി വരുന്നത്? ഇവിടെ ഒന്നാമത്തേതും രണ്ടാമത്തേതും ശരിയാണ്. എന്നാൽ നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ പഠനത്തിൽ വരുന്ന കോംപ്ലിക്കേഷൻസിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല, ആണോ? അങ്ങനെ അതിന് നമുക്കൊരു കരിക്കുലത്തെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ടീച്ചിങ് എയ്ഡുമായി ബന്ധപ്പെട്ടാണ്. ടീച്ചിങ് എയ്ഡാണ് നമ്മുടെ സാധാരണ വിദ്യാഭ്യാസത്തിൽ വരുന്ന കോംപ്ലിക്കേഷൻസിനൊക്കെ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് വരുന്ന പ്രയാസങ്ങൾ എന്താണ്, അവർക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിന് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ടീച്ചിങ് എയ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ ടീച്ചിങ് എയ്ഡുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റുകളാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓൺലി 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ന ഹാലത്തുൽ അറബിയ ഫി മദാരിസിന വ ജാമിഅത്തിന ലാ തുബ്ശിറു ബിഖൈർ യുഷീറു ഹാദ തസ്രീഹ്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും അറബി ഭാഷ ഇപ്പോൾ സന്തോഷകരമായ ഒരു അവസ്ഥയിലല്ല. എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷജനകമായ രൂപത്തിലല്ല അറബി ഭാഷാ പഠനം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇന്ന ഹാലത്തുൽ അറബിയ, അറബി ഭാഷയുടെ അവസ്ഥ ഫി മദാരിസിന വ ജാമിഅത്തിന, നമ്മുടെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും ലാ തുബ്ശിറു ബിഖൈർ, ഒരു സന്തോഷകരമായ രൂപത്തിലല്ല ഉള്ളത്, ഒരു ഹൈറായ രൂപത്തിലല്ല ഉള്ളത് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത് എന്താണ്? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ചോദ്യ പേപ്പറിലെ അധിക ചോദ്യവും വന്നിരിക്കുന്നത് ആദ്യം 2, 3, 4 പോയിന്റുകൾ കൊടുക്കുന്നു. അത് ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഈ പോയിന്റുകൾ കൃത്യമായി വായിക്കണം. പോയിന്റുകൾ വായിക്കുന്ന സമയത്ത് നമുക്ക് ഉത്തരങ്ങൾ ലഭിച്ചേക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഓപ്ഷനിലേക്ക് പോകണം. ഓപ്ഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ തെറ്റാതെ തന്നെ എന്ത് ചെയ്യണം, നമ്മൾക്ക് നേരത്തെ കിട്ടിയ പോയിന്റുകൾ വന്നിരിക്കുന്നത് ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. എങ്കിലേ നമുക്ക് കറക്റ്റ് ആൻസർ ബബിൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന പോയിന്റ്സുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്ക് ആദ്യം വായിക്കാം. നദറത്തുൽ മുഅല്ലിം അൽ കുഫ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള, നല്ല കപ്പാസിറ്റിയുള്ള അധ്യാപകരുടെ കുറവ്. നദറത്ത് പറഞ്ഞാൽ അവരുടെ ഇല്ലായ്മ, നല്ല ക്വാളിറ്റിയുള്ള അധ്യാപകരുടെ ഇല്ലായ്മ. അതാണ് ഒന്നാമത്തെ പോയിന്റായി കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തേത് അദമുൽ മിൻഹാജുൽ മബ്നി അലാ ഉസസി ഇൽമിയത്തി നഫ്സിയൻ വ തർബവിയൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സൈക്കോളജി. ഇൽമിയ നഫ്സിയ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ബേസിൽ കരിക്കുലം ഇല്ലാത്തത്. എഡ്യൂക്കേഷൻ സൈക്കോളജിയുടെ ബേസിലുള്ള കരിക്കുലത്തിൻ്റെ ഇല്ലായ്മ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത് അദമു തഅലീമുൽ ലുഗ ബി ഇഖ്തിലാഖി ബിഅത്തി മുലായിമ, നല്ല സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്ത് ഭാഷ പഠിപ്പിക്കാതിരിക്കുന്നത് കൊണ്ട്, നല്ല എൻവയോൺമെൻറ്റിൽ യോജിച്ച എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഭാഷ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങളും ശരിക്കും എന്താണ്, നമ്മുടെ അറബി ഭാഷ പഠനത്തിൻ്റെ ആ ഒരു പുരോഗതിക്ക് കുറവായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ 3 പോയിന്റുകളും ഓക്കെയാണില്ലേ? അതുകൊണ്ട് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദി അബോവ്. 1, 2, 3 ഈ 3 പോയിന്റുകളും എന്താണ്, ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫി ഡാഷ് യക്തശിഫു താലിബു മആനി അൽ കലിമാത്തിൽ ജദീദ തിൽക്കായിയൻ മിനൽ മുനാസിബാത്തി വസിയാക്കാത്ത്. എന്താണ് തിൽക്കായിയൻ എന്ന് പറഞ്ഞാൽ? ഓട്ടോമാറ്റിക്കലി. മിനൽ മുനാസിബാത്തി വസിയാക്കാത്ത് എന്ന് പറഞ്ഞാൽ സന്ദർഭങ്ങളിൽ നിന്ന് അല്ലേ? അപ്പോൾ സന്ദർഭങ്ങളിൽ നിന്ന് പുതിയ വാക്കുകളുടെ അർത്ഥം ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് മെത്തേഡിൽ പഠിപ്പിക്കുമ്പോഴാണ്? സന്ദർഭങ്ങളിൽ നിന്ന് പുതിയൊരു വാക്കിൻ്റെ അർത്ഥം
ഓട്ടോമാറ്റിക്കലി കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നില്ല. കുട്ടി അധ്യാപകൻ്റെ ആ ഒരു അവതരണത്തിൽ നിന്ന്, സന്ദർഭത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നു. ഇങ്ങനെ കുട്ടി ഒരു പുതിയ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് ഏത് രൂപത്തിൽ പഠിപ്പിക്കുമ്പോഴാണ്? ഓപ്ഷൻ എ ത്വരീഖത്തു തർജുമ, ട്രാൻസ്ലേഷൻ മെത്തേഡ്. ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലല്ലോ അത് അവിടെ അർത്ഥം കുട്ടി മനസ്സിലാവുന്നത്, അല്ലേ? അത് അധ്യാപകൻ തന്നെ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ട്രാൻസ്ലേഷൻ മെത്തേഡ് അല്ല. അടുത്ത ത്വരീഖത്തു സ്വാമിത, സൈലൻറ്റ് മെത്തേഡ്. അടുത്ത ത്വരീഖത്തുൽ മുബാഷറ, ഡയറക്റ്റ് മെത്തേഡ്. അടുത്തത് ത്വരീഖത്തുൽ മഷ്റൂ, പ്രൊജക്റ്റ് മെത്തേഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ത്വരീഖത്തുൽ മുബാഷറ, ഡയറക്റ്റ് മെത്തേഡിൽ ഭാഷ കൊണ്ട് തന്നെ പഠിപ്പിക്കുമ്പോൾ കുട്ടിക്ക് അവന് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എങ്കിൽ ആ സന്ദർഭത്തിൽ നിന്നും സാഹചര്യത്തിൽ നിന്നും കുട്ടി എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ വേർഡുകളുടെ മീനിങ് ഒക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, മിമ്മ ലാ യുഅദ്ദു മിൻ ഖസായിസി ത്വറായിഖിൽ ഇൽമിയ ലിതഅലീമിൽ ലുഗാത്തിൽ അജ്നബിയ. ലുഗാത്തിൽ അജ്നബിയ എന്ന് പറഞ്ഞാൽ ഫോറിൻ ലാംഗ്വേജ്, വിദേശ ഭാഷ. അപ്പോൾ വിദേശ ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ മെത്തേഡ്സിൻ്റെ പ്രത്യേകതയിൽ പരിഗണിക്കപ്പെടേണ്ടതില്ലാത്ത കാര്യം എന്താണ്? മിമ്മ ലാ യുഅദ്ദു, പരിഗണിക്കപ്പെടേണ്ടതില്ലാത്തത്. മിൻ ഖസായിസി ത്വറായിഖിൽ ഇൽമിയത്തി ലിതഅലീമിൽ ലുഗാത്തിൽ അജ്നബിയ, ഫോറിൻ ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ മെത്തേഡ്സിൻ്റെ പ്രത്യേകതയിൽ പരിഗണിക്കപ്പെടേണ്ടതില്ലാത്ത കാര്യം ഏതാണ്? നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം. തർക്കീസ് അലൽ മുഅല്ലിം, ടീച്ചർ സെൻട്രിക്, അതായത് ടീച്ചറായിരിക്കും പ്രധാന കഥാപാത്രം, അല്ലേ? ടീച്ചർ സെൻറ്റേഡ് ആയിരിക്കും, ടീച്ചറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും. ഓപ്ഷൻ ബി തർക്കീസ് അല ദാരിസ്, ചൈൽഡ് സെൻറ്റേഡ്. ഓപ്ഷൻ സി തശ്ജീഉ തുല്ലാബ് അല ഇക്തിശാഫിൽ മഅലൂമാത്ത് ബിനഫ്സിഹി, എന്ന് പറഞ്ഞാൽ കുട്ടികളെ എന്ത് ചെയ്യുക, സ്വയം അറിവുകൾ കണ്ടെത്താൻ എന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓപ്ഷൻ ഡി തശ്ജീഉ തുല്ലാബ് അലൽ ഇസ്തിഫാദത്തി മിനൽ മസാദിരിൽ ഖാരിജിയ ലിമസീദ് മിനൽ മഅലൂമാത്ത്, എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഇൻഫർമേഷൻസ് പ്രയോജനപ്പെടുത്താൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഇസ്തിഫാദ മിനൽ മസാദിരിൽ ഖാരിജിയ, അല്ലെ? എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് എന്ത് ചെയ്യുക, കൂടുതൽ അറിവുകൾ എന്താണ് നേടുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. കാരണം അധ്യാപകനെ കേന്ദ്രീകൃതമായിട്ട് ടീച്ചർ സെൻട്രിക് എന്ന് പറയുന്നത് ഇവിടെ എന്തല്ല, ഇതിനോട് യോജിച്ച് വരുന്നതല്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫി ഡാഷ് തുദ്റസുൽ ഹുറൂഫുൽ ഹിജായിയ അവലൻ സുമ്മ യന്തഖിലു ഇലൽ കലിമാത്തി സുമ്മ ഇലൽ ജുമൽ. ഇതേതാണ്? ഏത് മെത്തേഡിലൂടെ പഠിപ്പിക്കുമ്പോഴാണ് ആദ്യം ഹെറഫുകൾ പഠിപ്പിക്കുന്നു, അതിനുശേഷം കലിമാത്ത്, അതിനുശേഷം ജുംല, ഈ രൂപത്തിൽ പഠിപ്പിക്കുന്നത് ഏത് മെത്തേഡിൽ പഠിപ്പിക്കുമ്പോഴാണ്? ലെറ്റേഴ്സ്, വേർഡ്, സെൻറ്റൻസ്, ഈ രൂപത്തിൽ ഈ ഒരു ക്രമത്തിൽ പഠിപ്പിച്ചു പോകുന്നത് ഏത് മെത്തേഡിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ത്വരീഖത്തുൽ മുഹാദറ, ത്വരീഖത്തു തർക്കീബിയ, ത്വരീഖത്തുൽ മഷ്റൂ, ത്വരീഖത്തു തഅലീലിയ. ഏതാണ് കറക്റ്റ് ആൻസർ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. തർക്കീബിയ, സ്ട്രക്ചറൽ മെത്തേഡ്, അല്ലേ? സ്ട്രക്ചറൽ മെത്തേഡിൽ ആദ്യം അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ വേണം, ഹെറഫുകൾ വേണമല്ലേ, അതിനുശേഷമായിരിക്കും കലിമാത്തുകൾ, പിന്നെ എന്ത് ചെയ്യുന്നു, ജുംല. അപ്പോൾ സ്ട്രക്ചർ മെത്തേഡാണ്. ത്വരീഖത്തു തർക്കീബിയാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബി അയ്യത്തിൻ അലിരിയത്തിൻ തതഅല്ലഖു ഫർളിയാത്തുൽ മുസീർ വൽ ഇസ്തിജാബ വ തഅസീസ് വൽ ഇക്കാബ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏത് തിയറിയുടെ ഭാഗമാണ് എന്തൊക്കെ? അൽ മുസീർ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ്, വൽ ഇസ്തിജാബ റെസ്പോൺസ്, വ തഅസീസ് റീഇൻഫോഴ്സ്മെൻറ്റ്, വൽ ഇക്കാബ് പണിഷ്മെൻറ്റ്. ഏത് തിയറിയുടെ ഭാഗമാണ്?
പണിഷ്മെൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം പണിഷ്മെൻ്റൊക്കെ വരുന്നത് പഴഞ്ച രീതിയാണ് അല്ലേ. അപ്പോൾ പഴഞ്ചനായിട്ടുള്ള ഒരു മെത്തേഡിലൂടെ ഭാഗമാണ് എന്ത്, പിന്നെ ഈ ഒരു ശിക്ഷാരീതിയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്? ഓപ്ഷൻ എ നളിരിയത്ത് സുലൂക്കിയ. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണല്ലേ. അതായത് നളിരിയത്ത് സുലൂക്കിയ ബിഹേവിയറിസം സിദ്ധാന്തത്തിൻ്റെ ആ തിയറിയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നത്, വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഖ്തർ അൽ ഖത്ത, തെറ്റായത് തിരഞ്ഞെടുക്കുക. മിന തറാക്കീബിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹസ്ബൻ നളിരിയത്തുൽ ബന്നായിയ യബിനി ഷഖ്സ് മഅലൂമാത്തുഹു. നളിരിയത്തുൽ ബന്നായിയ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്റ്റിവിസം തിയറി. അപ്പോൾ കൺസ്ട്രക്റ്റിവിസം തിയറി പ്രകാരം ഒരാൾ അറിവ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്, അതാണ് സ്ട്രക്ചർ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഓപ്ഷനുകൾ നമുക്ക് വായിക്കാം. ബി തഫാഉലി മഅൽ ബീഅത്തുൽ മുഹീതത്തും ബിഹി. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, തൻ്റെ ചുറ്റുമുള്ള പ്രകൃതിയുമായി ഇൻട്രാക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഒരു വ്യക്തി അറിവുകളെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഇത് ശരിയല്ലേ? ഇത് ശരിയാണല്ലേ. അടുത്ത ഓപ്ഷൻ, ബി വലിഹ മർത്തബത്തുൻ മഅലദൈഹി മിൻ മഅലൂമാത്തി സാബിക. തൻ്റെ അടുത്തുള്ള പ്രീവിയസ് നോളജ് കൃത്യമായി അടുക്കി വെച്ചുകൊണ്ട്, അതായത് തൻ്റെ അടുക്കലുള്ള പ്രീവിയസ് നോളജിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്നാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, അറിവിനെ പടുത്തുയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതും എന്താണ്, കൺസ്ട്രക്റ്റിവിസം തിയറി പ്രകാരം ഒരാൾ അറിവ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടി തന്നെയാണല്ലേ. തൻ്റെ അടുക്കലുള്ള പ്രീവിയസ് നോളജിനെ, പ്രീവിയസ് ആയിട്ട് താൻ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അടുക്കി വെച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അറിവിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബിയും എന്താണ്, കറക്റ്റാണ്. ഇനി ഓപ്ഷൻ സി, ബിൽ മുഹാവലത്തി വൽ ഖത, ട്രയൽ ആൻഡ് എറർ പ്രകാരം. എന്താണ് ട്രയൽ ആൻഡ് എറർ? ശ്രമപരാജയത്തിലൂടെയാണ്. ഓപ്ഷൻ ഡി, അൽ ഇസ്തിആബ് വൽ ഇക്കാമ എന്ന് പറഞ്ഞാൽ അസിമിലേഷൻ ആൻഡ് അക്കമഡേഷൻ. ഒരു കുട്ടി കാര്യങ്ങൾ ഗ്രഹിക്കുകയും അത് നിലകൊള്ളുകയും ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തെറ്റായി വന്നിരിക്കുന്നത് ഏതാണ്? ബിൽ മുഹാവലത്തി വൽ ഖത, ട്രയൽ ആൻഡ് എറർ. അപ്പോൾ ട്രയൽ ആൻഡ് എറർ എന്നുള്ളത് എന്തല്ല, അത് കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ടതല്ല. അത് തോണ്ടേക്കിൻ്റെ എന്താണ് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ് ട്രയൽ ആൻഡ് എറർ അല്ലേ. തോണ്ടേക്ക് ഏത് സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്? തോണ്ടേക്ക് നളിരിയത്തു സുലൂക്കിയ, ബിഹേവിയറിസത്തിൻ്റെ ആളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൻ ഹുവ വാലിഉ നളിരിയത്തു തകീഫുൽ ക്ലാസിക്കി ഫി തർബിയത്തി വ തഅലീം. എഡ്യൂക്കേഷനിലെ ക്ലാസിക്കൽ മെത്തേഡിൻ്റെ വാലി ആയിക്കൊണ്ട് അറിയപ്പെടുന്നത് ആരാണ്? ക്ലാസിക്കൽ മെത്തേഡിൻ്റെ വാലി ആയിക്കൊണ്ട് അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ, ബി എഫ് സ്കിന്നർ. ഓപ്ഷൻ ബി, ഇവാൻ തോണ്ടേക്ക്. ഓപ്ഷൻ സി, ഇവാൻ പാവ്ലോവ്. ഓപ്ഷൻ ഡി, ജീൻ പിയാഷെ. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നളിരിയത്തു തകീഫ് ക്ലാസിക്കി, അതിൻ്റെ ആള് ഇവാൻ പാവ്ലോവ്. ഈ ക്ലാസിക്കൽ മെത്തേഡിന് നളിരിയത്തു പാവ്ലോവ് എന്ന് പറയും. അതേപോലെ തന്നെ നളിരിയത്തു അൽ ഇർത്തിബാത്തു ഷർത്തി എന്ന പേരുണ്ട്. അതേപോലെ തന്നെ നളിരിയത്തു തകീഫുൽ ക്ലാസിക്കി എന്ന പേരുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഹ്ദ അൽ മഅലൂമാത്തിൽ മദ്കൂറ അദ്നാഹു ഗൈറ സഹീഹ അൻ ഇസ്തിഖ്ദാമിൽ ഫീദിയോ അസ്നാ അത്തദ്രീസ് മാഹിയ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനുകളിൽ ഒന്ന് ക്ലാസ്സിനിടയിൽ വീഡിയോ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഓപ്ഷൻ എ, ഹുവ മിസാലുൻ ലി ഇസ്തിഖ്ദാമി തഅദ്ദുദുൽ വസായിദ്. മൾട്ടിമീഡിയ ഉപയോഗിക്കുന്നതിന് ഒരു ഉദാഹരണമാണ് ക്ലാസ്സിനിടയ്ക്ക് വീഡിയോസ് ഉപയോഗിക്കുക എന്നുള്ളത്. അത് ശരിയാണല്ലേ. രണ്ടാമത്തേത്, ഹുവ മിസാലുൻ ലി ഇസ്തിഖ്ദാമി അൽ അദവാത്തി സം ബസരിയ എന്ന് പറഞ്ഞാൽ സംഇയ ബസരിയ അല്ലേ. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഉദാഹരണമാണിത്. ഇതും ശരിയാണല്ലേ. വീഡിയോ ഉപയോഗിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഓഡിയോ വിഷ്വൽ എയ്ഡ് ഉപയോഗിക്കുന്നതിന് സമാനമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. മൂന്നാമത്തേത്,
ഹുവ മിസാലുൻ ലി ഇസ്തിഖ്ദാമി അൽ വസായിൽ വൈർ ജസാബ. അനകർഷണീയമായിട്ടുള്ള ഒരു ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുന്നതിന് തുല്യമാണ്. കുട്ടികൾക്ക് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ അല്ലാത്ത നോൺ അട്രാക്റ്റീവായ ഒരു ടീച്ചിങ് എയ്ഡ് ഉപയോഗിക്കുന്നതിനുള്ള ഉദാഹരണമാണ് ക്ലാസ്സിനിടയിൽ വീഡിയോസ് ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് തെറ്റാണ്. നാലാമത്തേത് യുബദുൽ മലലു അനിത്തുല്ലാബി വയുജ്സബു ഇഹ്തിമാമഹും. ഇത്തരം വീഡിയോസ് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു? അവരിലെ മടുപ്പിനെ മാറ്റുവാനും അവരുടെ ശ്രദ്ധ ആകർഷിക്കുവാനും സാധിക്കുന്നു. ഇതും ശരിയാണ്. അപ്പോൾ ഏത് മാലൂമാത്താണ് ഇവിടെ തെറ്റായി വന്നിരിക്കുന്നത്? ഇവിടെ തെറ്റായി വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? നമ്മൾ മൾട്ടിമീഡിയ ഉപയോഗിക്കുക എന്നുള്ളത് കുട്ടികൾക്ക് ക്ലാസ് കൂടുതൽ അട്രാക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്, അതല്ലാതെ നോൺ അട്രാക്റ്റീവ് ആവുകയല്ല ചെയ്യുന്നത്.